ചാമ്പ്യൻസ് ലീഗിൽ കിഡിലോൾസ്കി മത്സരങ്ങളാണ് നമുക്ക് വരുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് റിയൽ മാഡ്രിഡ് വേഴ്സസ് ബയൺ മ്യൂണിക്. ആ ഒരു യൂറോപ്യൻ ക്ലാഷ് വീണ്ടും സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ആരാണ് ജയിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിലവിലത്തെ ഫോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പറയാം ബയൺ മ്യൂണിക് വിജയിക്കുന്നതാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ സിറ്റിനായിട്ടുള്ള മത്സരം കണ്ടല്ലോ, റിയലിന് വലിയ സ്കോഡ് കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. അതായത് എംബാപ്പെ ഇഞ്ചേർഡ് ആയിരുന്നു, ബെല്ലിംഗാം ഇഞ്ചേർഡ് ആയിരുന്നു, റോഡ്രിഗോ ആ സ്കോഡ് ഇല്ല തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഫെഡെ വാൽവർദെ വന്ന ഒരു ഹാട്രിക് അടിച്ച് ആ ടീമിനെ ജയിപ്പിച്ചത്. അങ്ങനത്തെ മിറാക്കിൾസ് റയലിന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കും. അപ്പോൾ ഈ ഒരു മത്സരത്തിന് മുമ്പോടിയായുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കിലിയൻ എംബാപ്പെ പറഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നിലവിൽ ഏതെങ്കിലും ടീമിനെ ആ ബയൺ മ്യൂണിക്കിനെ തോൽപ്പിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ആ ടീം റിയൽ മാഡ്രിഡ് ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതെങ്കിലും ടീമിന് ബയണിനെ തോൽപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ ടീം റിയൽ മാഡ്രിഡ് ആണ്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ഇനി പുള്ളിക്കാരൻ എത്രത്തോളം നീതി പുലർത്തുന്നില്ല കാര്യം നമ്മൾ നോക്കി കാണേണ്ട വസ്തുതയാണ്. കാരണം എംബാപ്പെ ഇക്കൊല്ലം ചാമ്പ്യൻസ് ലീഗിൽ ഏകദേശം 13 ഗോളുകളായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 17 ഗോളാണ് ആൾ ടൈം ടോപ്പ് സ്കോർ. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് നല്ല ഫോമിലാണ് എംബാപ്പെ. പക്ഷെ ബയൺ മ്യൂണിക് പോലുള്ള ടീമിനെതിരെ എംബാപ്പയുടെ പെർഫോമൻസ് എങ്ങനെയാവും എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. അതുപോലെ തന്നെ ബയൺ മ്യൂണിക് ഓവറോൾ ഈ സീസണിൽ ഗുഡ് പെർഫോമൻസ് ആണ് അവർ നടത്തിക്കൊണ്ടുവരുന്നത്. ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീം എന്നാണ് ബയൺ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബയണിന്റെ അറ്റാക്കിങ്, നമ്മുടെ ഡിയാസും ഹാരി കെയ്നും ഒലീസ് ഇറങ്ങുന്ന അറ്റാക്കിംഗ് സൈഡ് സീനാണ്. അതിക്ക് മുസിയാലിംബാടിയും ഇട്ടാൽ അവരെങ്ങനെ റിയൽ മാഡ്രിഡ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടറിയണം. അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ റയൽ ഒടുക്കത്തെ ഡിഫെൻഡിങ് ആയിക്കാനും അല്ലെങ്കിൽ മൂഞ്ച് ആയിട്ടേക്കാനും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.